ഞാൻ ഇന്ന് പ്രത്യേക ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കടന്നു വരികയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുകയും അതേസമയം ചെയ്യുന്ന ആൾക്കാർ വെറുക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണിത്. ഡയാലിസിസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഞാൻ ഡോക്ടർ രാജു, തൃക്കണമംഗൽ, കൊട്ടാരക്കരയ്ക്കടുത്ത തൃക്കണമംഗൽ സ്വന്തം ക്ലെയർ ക്ലിനിക്ക്, അതിൻ്റെ പേര് പ്രയർ ക്ലിനിക്ക് എന്നാണ്. കോടതിക്ക് സമീപമാണ് ഞാൻ താമസിക്കുന്നത്. കഴിഞ്ഞ 34 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് ഇതേക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റും. ഡയാലിസിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ 2 കിഡ്നിയുടെയും ഏതാണ്ട് പ്രവർത്തനം 85% തകരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഡയാലിസിസിൻ്റെ ആവശ്യം വരുന്നത്. നിങ്ങൾക്ക് ശ്വാസമുട്ടൽ വരും, നിങ്ങളുടെ ശരീരമെല്ലാം നീർക്കെട്ട് കൊണ്ടുവരും, ശരീരം മുഴുവൻ വേർത്ത് വരും, കണ്ണിൽ നീര് വരും. ഏറ്റവും വലിയ എന്ന് പറയുന്നത് കണ്ണിൻ്റെ പോളകളുടെ അവിടെയും അതുപോലെ മുഖത്തിൽ നിങ്ങൾക്ക് നല്ല നീര് വരും. ഈ നീരുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കിഡ്നി ശരിക്ക് നിങ്ങളുടെ യൂറിൻ പമ്പ് ഔട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് യൂറിൻ എല്ലാം കെട്ടി നിൽക്കുകയാണ്. ഒരു ഗ്ലോമറൽ ഫിൽട്രേഷൻ റേറ്റ് ടെസ്റ്റ് കൊണ്ടും ഒരു ക്രിയാറ്റിൻ ലെവൽ ടെസ്റ്റ് കൊണ്ടും ഒക്കെയും ഇത് വളരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഡയാലിസിസ് വരുന്നതായിട്ടുള്ള രോഗികൾ അവർ മിക്കവരും 50 മുതൽ 60% വരെ ഡയബറ്റിക് രോഗികളും, മറ്റുള്ളവർ പ്രഷർ രോഗികളും, ചില പോളിസിസ്റ്റിക് കിഡ്നി രോഗികളും, ചില അക്യൂട്ട് കോൺട്രക്റ്റൈൽ നെഫ്രൈറ്റിസ് പേഷ്യൻസും, ചില ഹൈപ്പർ കലീമിയയും ഒക്കെ ആയിരിക്കാം. ഇത് ഡയബറ്റീസ് മാത്രമല്ല ഇത് കൊണ്ടുവരുന്നത്, അസിഡോസിസ്, ഹൈപ്പർ കലീമിയ, അതുപോലെ മറ്റ് വിഷവസ്തുക്കൾ, അതായത് രാസവസ്തുക്കൾ അബദ്ധത്തിൽ കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കുന്നു കയറി കടന്ന് പോയ്സണിങ് ഒക്കെ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയാലിസിൻ്റെ ആവശ്യം വന്നേക്കാം. എന്നാൽ മിക്ക ഡയാലിസിസും ഷുഗർ കൊണ്ടും ഒക്കെയാണ് വരുന്നത്. ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ചെയ്യണം, നിങ്ങളുടെ പ്രഷർ കൺട്രോൾ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യായാമം ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഡയാലിസിങ് 24 മണിക്കൂറും ഡയാലിസിസിന്റെ ടേബിൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഡയാലിസിസ് രോഗിയെ ചെയ്യണമെങ്കിൽ ഏതാണ്ട് 4 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ എല്ലാ ദിവസവും 1.5 വിട്ട് ദിവസങ്ങളൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന പറയുന്നത് നമുക്ക് വളരെ തെറ്റായിട്ടുള്ള, നമുക്ക് വളരെ ക്ഷീണം തരുന്ന വസ്തുവാണ്. നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഡയബറ്റീസ് ഡയബറ്റീസിനെ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്ന ചികിത്സ അതുപോലെ തന്നെ ഏറ്റെടുത്തില്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു ഭാരമാകാം, നിങ്ങൾ സമൂഹത്തിന് ഒരു ഭാരമാകാം, നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളൊരു ഭാരമാകാം. ഡയാലിസിങ് എമർജൻസി ആയിട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വെയിന് കിട്ടുന്നത് നമ്മുടെ തൊടയിൽ നിന്നായിരിക്കും വെയിൻ കിട്ടുന്നത്. ആ തൊടയിൽ നിന്നുള്ള വെയിന് നമ്മൾ 2 വെയിന് കുത്തും, 2 സൂചി കുത്തിക്കയറ്റും. ഒരു സൂചി കൂടെ നമ്മൾ ഉള്ള വെയിൻ ബ്ലഡ് നമ്മൾ ഡയാലിസിങ് മെഷീനിലേക്ക് കടത്തിവിടും. മറ്റേ സൂചിയിൽ കൂടി ഡയാലിസിസ് ചെയ്യുന്നതായിട്ടുള്ള ഈ മരുന്ന് ബ്ലഡ് തിരിച്ചു വിടും. ഇത് ഏകദേശം 3-4 മണിക്കൂർ എടുക്കും. ഈ ഡയാലിസിങ് ഫ്ലൂയിഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ ഫ്ലൂയിഡ് ഈ ഡയലൈസർ എന്ന് പറയുന്ന മെഷീനിലേക്ക് കയറ്റിയിട്ട് ഈ ബ്ലഡും ഇതും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് ഇതിനകത്തെ വിഷവസ്തുക്കളായിട്ടുള്ള യൂറിയ, ക്രിയാറ്റിനിൻ, അതുപോലെ വേണ്ടാത്ത ഷുഗർ, വേണ്ടാത്ത മരുന്നുകളുടെ അംശങ്ങൾ അവയെല്ലാം എടുത്ത് ഫ്ലൂയിഡ് കറക്റ്റാക്കി തരും. ഇതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇത് ചില ദിവസം കഴിയുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർ പ്ലാസ്റ്റിക് സർജനോട് പറയും അവർക്കൊരു ഫിസ്റ്റുല ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ അവർ കൈയുടെ തണ്ടയിൽ, ലെഫ്റ്റ് ഹാൻഡ് കൈയുടെ തണ്ടയിലായിരിക്കും സാധാരണ ചെയ്യുന്നത്. അവരൊരു ആർട്ടറിയെയും വീനസിനെയും ഒരു രക്തധമനിയെയും അതുപോലെ വേറൊരു ഞരമ്പിനെയും കൂടെ ബന്ധിപ്പിച്ച് അങ്ങനെ അവിടെ ഒരു ഫിസ്റ്റുല ഉണ്ടാക്കിയതിന് ശേഷമാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അത് വളരെ എളുപ്പമാണ്. സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി ചിലപ്പോൾ വന്നേക്കാം. ചില ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, അസിഡോസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതായിട്ടുള്ള സമയത്ത് സ്ഥിരമായിട്ട് ചെയ്യേണ്ടി വരത്തില്ല. എന്നാൽ ചില സമയത്ത് ഷുഗർ പോലും നിങ്ങളുടെ ഇത് നഷ്ടപ്പെട്ടാൽ, കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഡ്നി മാറ്റി വെക്കാനായിട്ട് പറ്റും. പക്ഷെ അതുവരെയും നിങ്ങൾ ഡയാലിസിസ് ചെയ്തേ പറ്റത്തുള്ളൂ.
ചിലപ്പോൾ നിങ്ങൾക്ക് അനീമിയ വരാം. അനീമിയ എന്ന് പറയുന്നത് വളർച്ചയാണ്. ആ സമയത്ത് ബ്ലഡ് കൊടുക്കേണ്ടി വന്നേക്കാം. അതുപോലെ ബ്ലഡ് ഉണ്ടാകാനായിട്ട് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നൊരു ഒരു വിലയുള്ള ഒരു ഇഞ്ചക്ഷൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യം എടുക്കേണ്ടി വരും. നിങ്ങളുടെ മൂത്രം ഒരു 300 ml താഴെയാണ് ഒരു ദിവസം പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം ഒരിക്കലോ 2 ദിവസം ഒരിക്കലോ നിങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാൽ നിങ്ങളുടെ മൂത്രം പോക്കെന്ന് പറയുന്നത് 1000 ml ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 ദിവസം ചെയ്താൽ മതി. എപ്പോഴും നിങ്ങളത് വളരെ കോൺഷ്യസ് ആയിരിക്കണം. നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് അല്ലെങ്കിൽ ഡേറ്റ് അപ്പോയിൻമെന്റ് എടുത്തിട്ടേ അവിടുന്ന് പോരാവൂ. ചിലപ്പോൾ അവർ മറന്നെന്നിരിക്കും. പിന്നെ നിങ്ങൾ ശ്വാസം മുട്ടൽ കൂടിയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഡോക്ടറെ വഴി പറഞ്ഞ് എന്തിനാണ് എന്നെ ഇന്ന് ഡയാലിസിസ് ചെയ്യുന്നത്, വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ കൂടുമ്പോൾ നമുക്ക് ഓടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ഡോക്ടറോടോ അവിടുത്തെ ടെക്നീഷ്യനോടോ നിങ്ങൾ ചോദിക്കണം, എൻ്റെ അടുത്ത ഡേറ്റ് എന്താണ് എന്ന് ഞാൻ പറയണം. എൻ്റെ ക്രിയാറ്റിൻ ലെവല്, സാധാരണ ക്രിയാറ്റിൻ ലെവൽ എന്ന് പറയുന്നത് 1.6 to 1.1 ആണ്, അല്ലെ 1.2 ആണ്. അപ്പോൾ 5 കൂടുതൽ ക്രിയാറ്റിൻ ലെവൽ വന്നാൽ, അല്ലെ ഇലക്ട്രോലൈറ്റ്സ് അതുപോലെ ഹൈപ്പർ കലീമിയ 3.5 മുതൽ 5.5 ആണ് നോർമൽ വാല്യൂ. അത് 7 കൂടുതലൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡോക്ടർ പറയും നിങ്ങൾ ചെയ്യാൻ. അതുപോലെ അസിഡോസ് എന്ന് പറയുന്ന കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് എല്ലാം നിങ്ങളുടെ ഹൃദയത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഹൃദയത്തിൻ്റെ അതിൻ്റെ ഘടനയെ ബാധിക്കാനും അറ്റാക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഡയബറ്റീസ് വരുന്ന ആ സമയം മുതലേ നമ്മൾ ഇതേക്കുറിച്ചൊരു കോൺഷ്യസ് ആയിരിക്കണം. ഈ ഡയാലിസിസ് ചെയ്യേണ്ട ആൾക്കാരുടെ ശതമാനം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് രോഗികളിൽ 20% ഉള്ളൂ. ഞാൻ 2000 കൊട്ടാരക്കര വരുമ്പോൾ ഇവിടെ ഡയാലിസിസ് സെന്റർ ഒന്നും കൊട്ടാരക്കര കാണില്ലായിരുന്നു. ഇന്ന് എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്. അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളൊരാൾക്ക് ബുദ്ധിമുട്ട് വരരുത്, നമ്മുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ട് വരരുത്, നമ്മുടെ കുടുംബങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരരുത്. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഡയബറ്റീസ്, ഒരു പരിധിയല്ല, നല്ല രീതിയിൽ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഡയാലിസിസിലേക്ക് പോകേണ്ടി വരത്തില്ല. അഥവാ നമ്മൾ ഇതെല്ലാം നിസ്സാരമാക്കി എടുക്കാൻ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഒന്നടവിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ വീടിന്റെ സ്ഥിതിയൊക്കെ എത്ര കഷ്ടമായിരിക്കാം. ഇതൊരു കോസ്റ്റ്ലി ബിസിനസ് അല്ല എങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ക്ഷീണം വലിയ ഘടകം അറിയതാണ്. ഇതിന്റെ ഡയറ്റ് തെറാപ്പിയെ കുറിച്ച് എൻ്റെ സാമാന്യ അറിവ് വെച്ച് നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് വരാം. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.